തുറന്നു പറയില്ല. ഓക്ക് അറിയാം ഇനിയിപ്പോൾ ഇത് പറഞ്ഞാലും ഇപ്പം കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ പറയില്ല. മക്കളെ ഉന്നത നിലയിൽ എത്തിക്കണം എന്നൊരു ആഗ്രഹം നമുക്കും വേണം, മക്കൾക്കും വേണം. നമുക്കുണ്ടായിട്ട് മാത്രം കാര്യം മക്കൾക്ക് വേണം. നമ്മൾ മക്കളെ ആഗ്രഹം എന്താ വെച്ചാൽ നമ്മൾ പരമാവധി നമ്മൾ ശ്രമിച്ച് അവരെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചാൽ കുട്ടികളെ നമ്മൾ മാർക്കിന്റെ കാര്യത്തിൽ അങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടാണ്. അത് ശരിയല്ല. നമ്മളെ അമ്മക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലേ? ഹായ് മക്കളെ, കഴിഞ്ഞ നീറ്റ് എക്സാമിന് 610ഓളം മാർക്ക് കിട്ടുന്ന നമ്മുടെ റിയേനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയേൻ്റെ ഇൻ്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ അവൾ പറഞ്ഞത് എൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര സാധാരണക്കാരായ ഫാമിലി ആയിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊന്നും എന്നോട് കാണിച്ചിട്ടില്ല. എങ്ങനെ ഈ പഠിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞതെന്നുള്ളത്. അന്നേ ഞാൻ വിചാരിച്ചാണ് റിയേൻ്റെ ഉമ്മാനും ഉപ്പാനൊന്ന് കാണുമെന്നുള്ളത്. സോ ഇന്ന് അവരെ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ പേരെന്താ? രായില്ല. എന്തെങ്കിലും ചെയ്യുന്നത്? സെൻട്രിക്ക് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ഇതാണല്ലേ? ഓക്കെ. നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. കുടുംബശ്രീ അങ്ങനെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ റൈറ്റ്. ഇനി എങ്ങനെ നിങ്ങൾ ഒന്ന് റിയേനെ പഠിപ്പിക്കണം എന്ന് തീരുമാനിച്ചത്? കാരണം സാധാരണ ഇങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് എൻട്രൻസ് ആകുമ്പോൾ കുറേ ഫീസ് കൊടുക്കണം, പിന്നെ കിട്ടുമോ ഇല്ലോ എന്ന് ഉറപ്പൊന്നുമില്ല. അപ്പം എന്തെങ്കിലും റിയേനെ പഠിപ്പിക്കാൻ ഒരു തീരുമാനം എടുത്തേ? പഠിപ്പിക്കാൻ തീരുമാനം മോൾക്കും താല്പര്യമുണ്ട്. നിൽക്കൂല പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അത് നിങ്ങളെ അവസ്ഥ പോലെ ആവരുത് എന്നുള്ളത്. പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് എൻ്റെ നാട്ടിലൊക്കെ കുറച്ചും കൂടെ ബെറ്ററായി വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ ഭാഗത്ത് ഇപ്പോഴും കല്യാണം കഴിച്ചു വിടുക, പ്രത്യേകിച്ച് പണിക്കൊന്നും പോകാതിരിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലേ? അങ്ങനത്തെ കുട്ടികളോട് എന്തെങ്കിലും, കുട്ടികളോട് ഉമ്മമാരോട് എന്തെങ്കിലും പറയാനുള്ളത്? നമ്മളെ അമ്മക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമല്ലേ? നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരോട് ചോദിക്കുന്ന അവസ്ഥ അത് നമ്മളെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിപ്പിക്കണം. ഇത് ശരിക്ക് ഇപ്പം മൂത്ത കുട്ടീനെ മൂത്ത കുട്ടി എന്തുവരെ പഠിച്ചേ? ബികോം പഠിച്ചേ. ഓക്കെ. ബികോം കഴിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ വിട്ടതല്ലേ? ഓക്കെ. ഇപ്പം റിയേൻ്റെ കേസിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, അതായത് പ്ലസ് ടു ഒന്നും കഴിഞ്ഞ ഒരു 10ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ എത്തുമ്പോൾ ഇവളെ ഡോക്ടറാക്കണം എന്നൊക്കെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളങ്ങനെ പറയല്ലോ. അവള് പഠിക്കണതുകൊണ്ട് ആഗ്രഹമുണ്ട്. സാമ്പത്തികമായിട്ട് വല്ലാതെ ചർച്ച ചെയ്യില്ല. അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവളെ എവിടെയെങ്കിലും പഠിപ്പിക്കണം എന്നൊക്കെ? പഠിപ്പിക്കണമെന്ന് പറയലുണ്ട്. എജു പോർട്ടലിൽ ഇവർക്ക് ഫീസ് ഉണ്ടായിരുന്നോ? എജു പോർട്ടലിൽ +1 +2 അല്ല, ഹോസ്റ്റൽ ഫീസ് ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ ഫീസ് മാത്രമേ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ഹോസ്റ്റൽ ഫീസ് ഇപ്പം എൻ്റെ കേട്ടോ, ഹോസ്റ്റൽ ഫീസ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 10,000 രൂപ ഉണ്ടായിരുന്നില്ലേ? അപ്പം അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തത്? നമുക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് നമ്മളോട് തുറന്നു പറയാനൊരു മോളെന്നെ പറഞ്ഞിട്ടില്ല. മോൾ തുറന്നു പറയാനില്ല, സാമ്പത്തികം പനത്തില്ല പറയാം. അപ്പോൾ മോൾക്ക് സ്കൂളിൽ നിന്ന് NMMS USS പരീക്ഷയിലൊക്കെ സ്കോളർഷിപ്പ് കിട്ടി. ഒരു 10,000 രൂപ അവിടെ അടുത്തുണ്ട്. NMMSന്റെ 4 USS പിന്നെ ഈ 10ാം ക്ലാസ്സിലൊക്കെ മാർക്കിനനുസരിച്ച് സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ എൻ്റെ ചെറിയ ചിട്ടി പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് ഞങ്ങൾ പോകാനുള്ളത്. ഓക്കെ ഓക്കെ. പിന്നെ ഈ 10 റുപ്യ ഉള്ളല്ലോ ഒരു മാസം, ഫീസ് ഇല്ലല്ലോ. നിങ്ങളിങ്ങനെ ഒരു 10 റുപ്യ ശരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നോ? നമുക്ക് ആകെ 50 കോഴ്സ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ രണ്ടാമത്തെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കാശില്ല. അങ്ങനത്തെ ഒരു സമയമാണ്. അപ്പോൾ ഇത് കിട്ടിയാൽ വളരെ ഉപകാരം. നമുക്കും തന്നെ ഭാവി ജീവിതത്തിൽ ഒരു ാണ്. അല്ല, അപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല വെറുതെ ഇതിന് പോകേണ്ട, ഇത് ഒരു കിട്ടുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമുള്ള സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ പൈസ വേണം. ഇപ്പോൾ മോളെ പോലെ തന്നെ ബികോമോ BSc ഫിസിക്സോ ഒക്കെ പഠിപ്പിക്കുക, 3 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിപ്പിച്ചിട്ട് അങ്ങനെ ഒരു ചിന്ത നിങ്ങളെ മനസ്സിൽ വന്നിട്ടേ ഇല്ല? മോൾക്ക് പഠിക്കണം ആഗ്രഹമുണ്ട്. അവിടെ ഇപ്പോൾ 6ാം ക്ലാസ് പഠിച്ചപ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞിരുന്നു മോളെ പഠിപ്പിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ കല്യാണം കഴിച്ച് വിടരുത്. ടീച്ചർ 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന അന്നത്തെ ക്ലാസ് ടീച്ചർ പറഞ്ഞിരുന്നു മോളെ പരമാവധി നിങ്ങൾ പഠിപ്പിക്കണം, നല്ല കഴിവുള്ള നല്ല ഇതിൽ എത്തിക്കണം മോളെ. ടീച്ചർ അന്ന് പറഞ്ഞിരുന്നു ചെറുപ്രായത്തിൽ കെട്ടിച്ച് വിടരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എജുപോർട്ടിൻ്റെ ഒരു ട്യൂഷൻ്റെ എന്തെങ്കിലും +1 അല്ലേ, +1 +2 എജുപോർട്ട് ചേർന്നു. ഇത് അത്യാവശ്യം കുഴപ്പം നല്ല മാർക്ക് കിട്ടി. പിന്നെ ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബിൽ കണ്ട്
ഓക്കെ ഓക്കെ യൂട്യൂബിൽ സാറിൻ്റെയും പിന്നെ ബിലാൽ സാറിൻ്റെ മോട്ടിവേഷൻ അത് നല്ലൊരു നോക്കുന്നുണ്ട്. പിന്നെ മോൾക്കും തന്നെ ഓക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾക്ക് അറിയാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ല, അങ്ങനെ തുറന്നു പറയില്ല. ഓക്ക് അറിയാം, ഇനിയിപ്പോ ഇത് പറഞ്ഞാലും ഉപ്പ കഷ്ടപ്പെടേണ്ടി വരും, അപ്പോൾ പറയില്ല. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾ ഇത് നിങ്ങളാണോ തീരുമാനിച്ചത്? പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, ഹോസ്റ്റൽ ഫീ മാത്രം മതി. പൊന്നിയൊന്ന് വിളിച്ചപ്പോ പൊന്നി അങ്ങനെ മതി. അപ്പൊ ഓളെ സ്കോളർഷിപ്പ് ഉണ്ടല്ലോ, ബാക്കി എങ്ങനെയെങ്കിലൊക്കെ അങ്ങനെ ഒരു 70 ഉണ്ടായിന്. പിന്നെ കുറച്ചല്ലേ നമുക്ക് മാസം 10,000 എന്നിട്ട് ശരിക്ക് നിങ്ങളാണോ മോളോട്? ഞാൻ യൂട്യൂബിൽ കണ്ട്, ഞാൻ അജാസാറെ വീഡിയോ കണ്ടു, ഫ്രീ സ്കോളർഷിപ്പ്. അങ്ങനെ ഓളെ മാർക്കൊക്കെ വെച്ച് നോക്കിയപ്പോ ഫുൾ മാർക്കായ ഫുൾ ഫ്രീ ആണ്. പക്ഷെ 2 മാർക്കിന് മോളെടുത്തുണ്ടല്ലോ, അങ്ങനെ തുടങ്ങാം. അപ്പൊ അങ്ങനെയും കിട്ടിക്കോളും. അങ്ങനെ മോൾക്ക് സന്തോഷാണ്. അപ്പൊ ഓളെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, നമുക്കറിയാലോ. പക്ഷെ ഓളെ അങ്ങനെ പറയില്ല. പിന്നെ ഇതിനു മുമ്പ് ഇപ്പൊ സ്കോളർഷിപ്പ് ഒക്കെ അനൗൺസ് ചെയ്യുന്ന ലാസ്റ്റ് ആയിരിക്കുമല്ലോ, +2 പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അതിനു മുമ്പ് ഏതെങ്കിലും പോയിന്റ്? അതിനോള് CUT കുറെ നോക്കി, യൂട്യൂബ് തുറന്ന് തന്നെ ഇനി പണി. +2 കഴിഞ്ഞിട്ട് CUTക്ക് പോകുക പറഞ്ഞിനി. പിന്നെ പെട്ടെന്നോള് തീരുമാനിച്ചത് വേണ്ട, ഞാൻ നീറ്റ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡിഗ്രി ഒക്കെ ഇഷ്ടമല്ല, പിന്നെ ഇപ്പൊ ഇതൊക്കെ തന്നെയല്ലേ കാര്യം. മനസ്സിലായി. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സംസാരത്തില് ഇതൊരു ഒരു പേടി, എന്താ പറയാ, ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ ഉണ്ടായിരുന്നു. അതായത് എന്താ പിന്നെ ചെയ്യാറ്, കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി എന്താ, ഇതിനിപ്പോ ഇങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഉപ്പാന്റെ പൈസ പോകും, അങ്ങനത്തെ പേടിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ എതിര് നിൽക്കലില്ല, അതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് പേടി മാറ്റലാണ്. ഇനി മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഓളവിടെ ഹോസ്റ്റലിൽ ഇപ്പൊ നിങ്ങളോട് വിളിച്ച് സംസാരിക്കലുണ്ടോ? ആഴ്ചയിൽ വിളിക്കുമ്പോ എന്താ നിങ്ങളോട് ഇപ്പൊ എന്താ പറയാ? അതായത് ആ ഒരു പൈസേന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, മാർക്ക് കുറയാ അങ്ങനെയൊക്കെ വരും. മാർക്കിന്റെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞത് മാർക്ക് ഇപ്പത്തെ മാർക്ക് നമുക്ക് അങ്ങനത്തെ കുട്ടികളെ നമ്മള് മാർക്കിന്റെ കാര്യത്തിൽ അങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടാണ്. അത് ശരിയല്ല. അതുപോലെ തന്നെ ഞാൻ കണ്ട വേറെ കുറച്ച് പാരന്റ്സ് ഉണ്ട് ഇതേപോലെ തന്നെ കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ കുട്ടികളെ വിളിച്ച് പറയാം, നീ നോക്കിക്കില്ല എൻ്റെ ഇന്ന് അവിടെ ആ പൊന്നു പണയം വെച്ചിട്ടുള്ള അല്ല ഇതാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ലല്ലോ? അത് നിങ്ങൾക്ക് ആദ്യം അറിയായിരുന്നു അങ്ങനെ ഒരു സാധനം പറയരുത് എന്നുള്ളത്? അവളൊന്ന് തുറന്ന് പറയാൻ ആഗ്രഹം റൈറ്റ്. ഓക്കെ. ആൻഡ് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യാം? ഞാനിപ്പോ ഈ പരീക്ഷ ഞാനന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ബസ്സിൽ. അന്ന് വിളിച്ചപ്പോൾ ഞാൻ ബസ്സിൽ തിരിച്ചു വരുന്നു. അപ്പൊ ഞാൻ ബസ്സിൽ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ മോള് പറഞ്ഞു പരീക്ഷ കുറച്ച് കടുപ്പായിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻ എഴുതാൻ കഴിഞ്ഞില്ല, സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു എന്ത് ആവും അടുത്ത പ്രാവശ്യം എന്ത് കാട്ടുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു സാറിനെ വിളിച്ചിട്ട് ഒന്നും കൂടി ഒരു ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്നില്ല, സാറിനെ അങ്ങോട്ട് വിളിക്കാമെന്നില്ല ചിന്തയിൽ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ സാറിനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു വർഷം കൂടി മോളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം അങ്ങോട്ട് പറയാൻ കാഴ്ചപ്പാട് നിൽക്കുന്നതാണ് സാർ ഇങ്ങോട്ട് വിളിച്ചിട്ട്. അത് നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല പരീക്ഷ ഹാളില്? നിങ്ങളും പോയിട്ടുണ്ട്. അപ്പൊ പരീക്ഷ നിങ്ങൾക്ക് അറിയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ അവർക്ക്? അതായത് പക്ഷെ ഇപ്പൊ അവിടെ തന്നെ കേസ് ആണെങ്കിലും പരീക്ഷ ടഫ് ആകുമ്പോ ഇവള് കയറും, ബാക്കി കുട്ടികളൊക്കെ താഴോട്ടേക്ക്. അപ്പൊ കിട്ടൂല എന്നുള്ളൊരു തോന്നലായിരിക്കും എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ടാവാം. നിങ്ങളെ മനസ്സിലെന്തായിരുന്നു പ്രതീക്ഷ? പിന്നെ അടുത്ത പ്ലാന് കെട്ടിച്ച് അല്ലെങ്കിൽ ഡിഗ്രി ഒന്നും കൂടെ പഠിപ്പിക്കണം തന്നെയാണല്ലേ? ഇനിയിപ്പോ എന്തെങ്കിലും വേറെ ഉണ്ടാകുമല്ലോ കെട്ടിച്ചാല്. അതായത് പ്രത്യേകിച്ച് 3 പെൺകുട്ടികൾ. മൂന്നാമത്തെ ആളെ അവസ്ഥ എന്താ? അവള് പഠിക്കാൻ നല്ല പഠിക്കില്ല. അവളോട് നമ്മൾ ക്ലാസ് ഒക്കെ കാണാൻ പറയും. ഓള് എജുപോർട്ടിലാണ്. ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓളോട് ഇരുന്ന് ശീലിപ്പിക്കാൻ പറയണം കേട്ടോ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർക്ക് വേണ്ട ഒരു സാധനം. കുട്ടിയൊക്കെ പഠിക്കോ ഇല്ല എന്നുള്ളത് കുറേ നേരം പഠിക്കുക, രാത്രിയാണെങ്കിൽ കുറച്ച് നേരം പഠിക്കാൻ തന്നെ ഇരിക്കൽ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ അടുത്ത നിങ്ങളെ പോലത്തെ കുറേ പാരൻസ്, നിങ്ങൾ തന്നെ പറയാം, അപ്പം ഒരു ഇടത്തരം ഫാമിലിയിലുള്ള ഒത്തിരി ആൾക്കാർക്ക്
മക്കളെ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ റിസ്ക് എടുക്കില്ല. ഇപ്പം നിങ്ങൾ ശരിക്കും എടുത്ത വലിയ റിസ്ക്, ഓൾമോസ്റ്റ് ഒരു 1,00,000 നിങ്ങൾക്ക് ചിലവാകുമായിരുന്നു, കിട്ടുമോ ഇല്ലയോ എന്നുള്ള സാധനമാണ്. അപ്പം അങ്ങനത്തെ ഉമ്മമാരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അങ്ങനത്തെ കുട്ടികൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എത്ര റിസ്ക് എടുത്ത് പഠിപ്പിക്കുക. അതിൻ്റെ ഒരു ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനേക്കാൾ അപ്പുറം അതിനല്ലേ ശരി, കാരണം എന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ ചാൻസ് ഉള്ളൂ. ഇപ്പം എൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ അന്ന് ഭയങ്കര സാമ്പത്തിക പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. ഒരു കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് NIT എത്തിയതിന് ശേഷം പിന്നെ എന്താണ് കുടുംബം മൊത്തം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അവർക്കാണെങ്കിലും എന്താണ് ഇതായിരുന്നു. ഇപ്പോൾ ഒരു ഹജ്ജിന് പോയി. അപ്പം ശരിക്കും അന്ന് കോളേജിൽ പഠിക്കും ഇപ്പം ഇങ്ങനെ പറയായിരുന്നു, എന്തെങ്കിലും ഒന്ന് ഹജ്ജിനൊക്കെ പോകണം എന്നുള്ളത്. ഇപ്പോൾ ഒരു മക്കത്തുള്ളത്. അപ്പം അന്ന് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇവരെ വിടണം എന്നുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് എന്താണ് എന്തെല്ലാം നടന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സാധനം എപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പഠിച്ചിട്ട് രക്ഷപ്പെടൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതേപോലെ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്ന. നമ്മൾ മക്കൾക്ക് എന്താ താല്പര്യം നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുത്ത് അവരെ നല്ല നിലയിൽ എത്തിക്കണം എന്നൊരു ചിന്ത എല്ലാ രക്ഷിതാക്കൾക്ക് നല്ലതാണ്. മക്കൾക്കോട് താല്പര്യമാണ്, നമ്മുടെ താല്പര്യമാകരുത്. നമ്മുടെ താല്പര്യത്തിനും മക്കളുടെ താല്പര്യം നമുക്ക് വെറുതെ ഒരു ഡോക്ടർ ആക്കണം കാര്യമില്ല. അതെ, കറക്റ്റാണ്. കുറച്ചൊക്കെ മക്കൾക്കും തന്നെ പഠിക്കാൻ ഇത് വേണം. കുറച്ചൊക്കെ റിസ്ക് മക്കൾ എടുക്കേണ്ടി വരും. അതായത് നമ്മൾ ഹോസ്റ്റലിൽ പോയി നിൽക്കുകയാണെങ്കിൽ 2 മാസം നിന്നിട്ട് കൈയുടെ അറിഞ്ഞാൽ തിരിച്ചു പോകുന്ന ഓൺലൈനിൽ നിന്ന് പഠിച്ചാൽ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് ഏത് വിദ്യാർത്ഥിക്കും നല്ലത്. അതെ, റിയ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു പോരാന്നൊക്കെ? ഇല്ലല്ലോ, അങ്ങനെ. ഓക്കെ, കുട്ടികൾക്കും അതന്നെ ആഗ്രഹം. പ്ലസ് ടു കഴിഞ്ഞാൽ എവിടെ പോയി നിന്ന് പഠിക്കണം എന്നാണ്. 2-3 മാസം നിന്ന് പഠിച്ചു കാണാൻ ചില പിള്ളേരെ പോരും ഓൺലൈനിൽ പഠിക്കാൻ. പഠിക്കാൻ കഴിയുന്ന കാഴ്ചപ്പാട്. ശരി, നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ്. ആ ഒരു സാഹചര്യം ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് നീറ്റ് പോലത്തെ വിദ്യാർത്ഥികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മള് വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും പരസ്പരം ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു പഠിക്കും. അത് വേറെ പഠിക്കാം. മറ്റേ ഓൺലൈനാകുമ്പോൾ അതിന് സൗകര്യം കിട്ടില്ല. നമ്മളൊരു കാഴ്ച. ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എൻട്രൻസ് പഠിക്കാൻ വിട്ടിട്ടുണ്ടോ? ഡോക്ടർമാരായ ആൾക്കാരുണ്ടോ അടുത്ത? ഇല്ല. അപ്പോൾ റിയൽ ഇങ്ങനെ വിടുമ്പോൾ ആൾക്കാർ പറഞ്ഞിട്ടില്ല എന്തിനാ ഇതിന് വിടുന്നേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും ഒരു നമ്മളിങ്ങനെ പാവങ്ങളല്ലേ, അപ്പൊ അതിനനുസരിച്ച്. അപ്പൊ അങ്ങനെ ആരെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ കിട്ടുമോ കിട്ടിയില്ലെങ്കിൽ പിന്നെയും പഠിച്ചണ്ടേ അങ്ങനെ പറഞ്ഞോലൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ പഠിച്ചാല് വർഷം അങ്ങനെ പോകുകയല്ലേ, പെൺകുട്ടിയല്ലേ, അങ്ങനെ പറഞ്ഞോലൊക്കെ ഉണ്ട്. അത് നമ്മള് വിഷയാക്കിയിട്ടില്ല. ഇപ്പോൾ അന്ന് പരീക്ഷ ബസ്സിൽ നിങ്ങൾ ആലോചിച്ച കാര്യങ്ങൾ എന്നെ ഒന്നുകൂടെ വിളിക്കണം, ഒന്ന് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചെന്നുള്ളത് മനസ്സിലായി. പിന്നെ എപ്പോഴും കിട്ടും എന്ന് ഉറപ്പിച്ചത്? എല്ലാവർക്കും ടഫാണ്, മാർക്ക് കുറയും എന്നുള്ളത്. എല്ലാവർക്കും ഉണ്ടാവും. ഒരാൾക്ക് ഒറ്റക്ക് ടഫ് ആവില്ലല്ലോ. കറക്റ്റാണ്. അതെ. അപ്പോൾ പ്രതീക്ഷ വന്നു. പിന്നെ മാർക്കിന്റെ ആൻസറൊക്കെ വന്നപ്പോൾ അതിനുശേഷം നിങ്ങൾ ഇത് ആദ്യമായിട്ട് ആരോടെ പറഞ്ഞേ മോക്ക് കിട്ടും? നമ്മൾ കിട്ടുന്നിപ്പോ ആരോടും പറഞ്ഞില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. ബന്ധുക്കാരോടും ഫൈനൽ റിസൾട്ട് വന്നിട്ട് അല്ല, അപ്പൊ ബന്ധുക്കളൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ പറയുന്നത് നമുക്ക് മാർക്കുണ്ട്, പ്രതീക്ഷ ഉണ്ട്, പ്രതീക്ഷ ഉണ്ട്. റിസൾട്ട് ജൂൺ 15 അപ്പൊ അന്നാണ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം വീട്ടിൽ അടുത്ത ആൾക്കോടും പറഞ്ഞില്ല, നമ്മളെ വീട്ടിലെ അല്ലാതെ പറയുന്നല്ലാതെ. അതെ, ഇത്താത്താനോടും അനിയത്തിനോടൊക്കെ മാക്സിമം അങ്ങാറൊന്നുമില്ല. ഇന്നലെ ചോദിച്ചു എന്താണ് ചോദിച്ചത്. ഇപ്പൊ നിങ്ങളെന്താ പറഞ്ഞേ? റിസൾട്ട് അറിയാതെ പറയില്ല. റിസൾട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒരു നിരാശയല്ലേ. അവർക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടോ? ഓളെ കാര്യത്തില് പ്രതീക്ഷ ഉണ്ട്. ഡോക്ടറാവും പറയലുണ്ട്, ഓളെ ഒക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ റിയേനെ പഠിപ്പിക്കുന്ന കേസില് ഇപ്പൊ നിങ്ങള് രണ്ടാളിനേക്കാൾ ഉള്ള ഒപ്പം തന്നെ ഭയങ്കര ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? നല്ലോണം പഠിപ്പിക്കണം എന്നൊക്കെ വേറെ ആരെങ്കിലോട് പറഞ്ഞിട്ടുണ്ടോ കുടുംബത്തിലൊക്കെ? കുടുംബത്തിലുണ്ട്, ആങ്ങളെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, ഓക്കെ. ഒരിക്കലൊക്കെ റിയന്റെ ചെറുപ്പത്തിൽ അങ്ങനെയല്ല USSL. ഓക്കെ, റൈറ്റ്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇപ്പൊ കൂടെ പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതേപോലെ മക്കളൊക്കെ ഉണ്ടാവും, +2 എത്തിയ കുട്ടികളുണ്ടാവും, +1 പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരൊക്കെ നിങ്ങൾ ഇങ്ങോട്ടും സംസാരിക്കില്ല എന്തിനു വിടണം എന്നൊക്കെ ഉള്ളത്. അപ്പം
ഇങ്ങനെ പഠിപ്പിക്കാനൊന്നും ആവില്ല എന്നൊക്കെ പറയുന്നവരോട് അല്ല അങ്ങനത്തെ ആൾക്കാരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പഠിപ്പിക്കാനാവില്ല. നമ്മൾ മക്കളെ ആഗ്രഹം എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് പരമാവധി നമ്മൾ ശ്രമിച്ച് അവരെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചാണെന്നാണ് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം. പിന്നെ സാമ്പത്തികം അത് പിന്നെ ഇത് വരും പോവും, അത് ശ്രദ്ധിക്കണം. മക്കളെ നമ്മൾ ഉന്നത നിലയിൽ എത്തിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം നമുക്കും വേണം, മക്കൾക്കും വേണം. നമുക്കുണ്ടായിട്ട് മാത്രമല്ല മക്കൾക്ക് തോന്നണം. അപ്പോൾ അവരെ ആ സ്ഥാനത്ത് എത്തണമെങ്കിൽ സാമ്പത്തികം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ സഹിച്ചാലും കിട്ടും. നിങ്ങൾക്ക് ഇപ്പം ഞാനിങ്ങനെ ഇവിടെ വരുമ്പോഴും മൂത്ത കുട്ടി റിയ അടുത്ത അനിയത്തി നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല ശരിക്കും? അങ്ങനെയല്ല, ഇപ്പോൾ റിയന് എന്ത് ചെയ്യും, ഇപ്പോൾ എൻട്രൻസ് കിട്ടുന്നതിന് മുമ്പൊക്കെ ആ ഒരു ബേജാറും നിങ്ങൾക്കുണ്ട്? നിങ്ങൾക്ക് എന്താ ടെൻഷനല്ലേ? എല്ലാവരും വർത്താനോ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തതിനെ കെട്ടിച്ചാനായില്ലേ ഇനി ഇതിനെ നിർത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ ടെൻഷൻ. നിങ്ങളത് ഇങ്ങോട്ട് കൊടുക്കലില്ല? എന്ത് അല്ല നമ്മൾ നോക്കണ്ടെങ്കിൽ ഇങ്ങനെ നടന്നാൽ മതി ഒന്നും ചോദിക്കുന്നത്? ഞാൻ അങ്ങനെ ചോദിക്കാൻ പോലില്ല. അതിനൊക്കെ പിന്നെ റിസൾട്ട് വന്ന ഒരു മറുപടി ആകുമല്ലോ, അങ്ങനെ പ്രതീക്ഷ ഉണ്ട്. ഓ, ആൾക്കാരും ചിലപ്പോൾ പറയുന്നൊക്കെ ഉണ്ടാവില്ലേ പിന്നെന്താ ചെയ്യാന്നൊക്കെ ഉള്ളത്. മെയിന് 3 പെൺകുട്ടികളാണ്. അതെ അതെ, റിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം എൻ്റെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പം അപ്പോഴൊക്കെ അവരൊക്കെ എങ്ങനെയെങ്കിലും അവർ കെട്ടിച്ച് ഒഴിവാക്കുക എന്നുള്ളൊരു ചിന്തയിലാണ്. അങ്ങനെ തന്നെ